അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിന് മനസ്സിന് അല്പം ആശ്വാസമായി. അന്ന് നുസൈബ് ചോദിച്ചു, അല്ലിക്ക, എന്തായിരുന്നു എന്തൊക്കെ എഴുതി കൂട്ടി കൊണ്ടുപോയിരുന്നത്? എന്തായിരുന്നു സംഭവം? ഏയ്, അത് ചെറിയൊരു കാര്യം. എന്നാലും എന്താ? അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. ഓ, എന്നോടെന്താ പറയാൻ പറ്റൂലേ? അല്ല പെണ്ണ്, പറയാൻ പറ്റായിട്ടല്ല, പക്ഷെ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ പിന്നെ പറയാം. അതെ, ഷമ്മാസ് അതൊരു കുട്ടിയോടും പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നില്ല. അതെ, ഞാനും എൻ്റെ പടച്ച റബ്ബും എഴുതിയവരും മാത്രം അതറിഞ്ഞാൽ മതി. അല്ലാതെ ഒരിക്കൽ പോലും ഒരു കുട്ടിയെയും അറിയാൻ ഞാൻ ആഗ്രഹിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്? ആ ഒരു കത്തൊരു പക്ഷേ ഷമ്മാസ് അത് ഉസ്താദിന് നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് സമീറയെ ഏൽപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ റബ്ബേ, അവരുടെ ജീവിതത്തിൽ അത് വല്ലാത്തൊരു വിഷമം സൃഷ്ടിച്ചേനെ. അല്ലാ റഹ്മാനെ, നീ കാത്തു. ഷമ്മാസ് പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്തു. ഏതായാലും ഉസ്താദിനെ ലീവാക്കാൻ പറ്റിയ ഒരു ടൈം തന്നെയായി. റഹ്മാനെ, നീ എല്ലാം കാണുന്നവൻ തന്നെ, നീ കാരുണ്യവാനും കരുണാനിധിയും തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ ഫസീലയും നവാസ്കിയും ഉമ്മയും ഉപ്പയുമെല്ലാം ഉംറയ്ക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഷമ്മാസ് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ. ആ മോനെ. അല്ല, നവാസ്കിയും ഫസീലത്തെയും ഉമ്മയപ്പൊക്കെ ഉംറയ്ക്ക് പോവല്ലേ മോനെ? അവർ മുന്നിൽ പോകട്ടെ, നമുക്ക് പിന്നാലെ പോകാം. അതെന്താ ഉമ്മ? അല്ല, അവരാദ്യം പോയിക്കോട്ടെ. അവർ പോയിട്ട് നമുക്ക് അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. പൊന്നു മോനെ, അവർ പോട്ടെ, നമുക്ക് പോകണം. അത് നമ്മൾ കൂട്ടത്തിൽ നമ്മൾ മാത്രമല്ല കേട്ടോ, ഉസ്താദും സമീറയും ഉണ്ടാകും. ശരിക്കും ഷമ്മാസിൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ് ശരിക്കും ഞെട്ടി. അല്ലുമ്മ, സത്യമായിട്ടും? അതേ മോനെ, സമീറ കണ്ടിട്ടില്ലല്ലോ, ഉസ്താദും കണ്ടിട്ടുണ്ടാവില്ല, അവരൊക്കെ കാണട്ടെ. അത് ഒരുമിച്ചൊരു ഉംറ, നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം. ഫസ്റ്റ് നവാസും അവരുടെ ഫാമിലി അങ്ങോട്ട് പോയിക്കോട്ടെ, അതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാ. ശരിക്കും ഷമ്മാസിനത് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പൊന്നു മോനെ, അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ ഈ സമയം ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു. സൗദ എത്ര എൻ്റെ നവാസിൻ്റെ കുട്ടി തന്നെയല്ലേ ഓള വയറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ സൗദൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് എടുക്കണം. സൗദിനോട് ഒന്നുകൂടി പോയി ചോദിച്ചു നോക്കണം. മോനെ ഷാമോനെ, നമുക്ക് ഉമ്മ. അല്ലുമ്മ, ഉമ്മയെ അത്ര അന്ന് ചീത്ത പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് മോനെ, അവരവരുടെ സ്വഭാവം കാണിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റൂലല്ലോ ആ പെണ്ണിനെ. ആ, എന്തൊക്കെ തന്നെ നമ്മളെ കുട്ടിയല്ലേ, പിന്നെ ഇപ്പം എന്താ ചെയ്യാം ഉമ്മ. അത് എൻ്റെ ഉമ്മാനെ ഒരിക്കലും ഞാൻ സൗദിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല, എനിക്കതിന് കഴിയില്ല. മോൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമുക്ക് എന്നാൽ റജിനത്തയുടെ വീട്ടിലേക്കൊന്ന് പോവാം കേട്ടോ. എന്നാൽ അതിനിടയ്ക്ക് സാജിയുടെ കുഞ്ഞിനെ കാണുവാനും അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുവാനും അതിനൊന്നും ഐഷുമ്മ മറന്നില്ല. പ്രസവിച്ചെന്ന് കേട്ട ഉടനെ അവിടെ പോയി എല്ലാം റാഹത്തായി. ശരിക്കും അലിമോൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഐഷുമ്മയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞു. കാരണം അലിമോന് എൻ്റെ മരുമകന് എൻ്റെ സാജിയെ ഒരിക്കൽ പോലും വിഷമിപ്പിക്കാത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ചില സമയത്ത് ഷെയ്ത്താന്മാർ കയറി വന്ന് നമ്മുടെ കുടുംബത്തിൽ ഫസാദ് ഉണ്ടാക്കും. അല്ലെങ്കിൽ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഫസാദ് ഷെയ്ത്താൻ ഇബിലീസ് ഉണ്ടാക്കുന്നത് എവിടെയുമില്ലത്രേ, കുടുംബങ്ങളുടെ ഇടയിലാണ്. അതായത് എന്തൊക്കെ തന്നെയായാലും, അത് നാത്തൂന്മാരെ ഭർത്താക്കന്മാരായാലും അല്ലെങ്കിൽ ഇളച്ചന്മാർ മൂത്തച്ഛന്മാരാണെങ്കിലും എത്ര കഥകൾ നമ്മൾ കേട്ടേക്കണ്. റബ്ബേ, ഐഷുമ്മ അത് ഓർത്തു ആ കാര്യത്തെക്കുറിച്ച്. പഠിച്ചോനെ, ഹോ, സുഖകരമായ ജീവിതമായിരുന്നു തൻ്റെ കൂട്ടുകാരിയുടെ മകളുടേത്. അത് വളരെയധികം നല്ല രീതിയിലുള്ള ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണക്കാർ, മാത്രമല്ല 2 കുട്ടികളുടെ ഉമ്മയും. ആ, എന്താ ചെയ്യുക, മരുമകനെ ഗൾഫിലേക്ക് പോയി, അവളുടെ ഗൾഫിലേക്ക് പോയി എന്ന് മാത്രമല്ല, മകളാണെങ്കിൽ മുകളിലത്തെ റൂമിലും. 2 മക്കളുണ്ട്. ശരിയാണ്, മക്കളൊക്കെ ചെറുതല്ലേ, ഉമ്മയും ഉപ്പയുണ്ട്, അവർ താഴെ കിടക്കുന്നത്. അള്ളാഹുവേ, ഇബ്ലീസിൻ്റെ കെണിയെ തൊട്ട് നീ കാത്തു രക്ഷിക്കല്ലാ. എന്തായാലും പഠിച്ചോനെ, അവൻ ഗൾഫിലേക്ക് പോയി. ആദ്യത്തെ പ്രാവശ്യം അവളും കുട്ടികളൊക്കെ 1 വർഷം അവിടെ നിന്നു. 2ാമത്തെ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ തന്നെയായാലും
മുകളിലെ ഭർത്താവിൻ്റെ അനിയനും ഈ മൂത്തച്ചിയും അവർ ഒരുപാട് സമയം ടി വി കണ്ടിരുന്ന് അവൻ വർക്കൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും. അവരെങ്ങനെ സംസാരിച്ച് ഒടുവിൽ അവരുടെ ഇടയിലേക്ക് ഇബിലീസ് കയറിപ്പോയി. പൊന്നാര മക്കളെ, കുടുംബങ്ങളിലാണ് ഇബിലീസ് വേഗം കയറി കളിക്കണത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധ വേണം. എന്തായാലും സുഖകരമായി നല്ല സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ പെണ്ണ് ഗൾഫിൽ നിന്നൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടൊക്കെ കുഞ്ഞിനെയൊക്കെ ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ അനിയൻ വരും. അനിയൻ വന്നിട്ട് അവരങ്ങനെ സംസാരിച്ച് നിയന്ത്രണമില്ലാത്ത സംസാരങ്ങളായി. എന്നാൽ പെങ്ങളൊരിക്കൽ വന്ന് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവർ രണ്ടുപേരും സോഫയിലിരിക്കുന്ന രംഗമാണ് കണ്ടത്. പെങ്ങള് ഉപദേശിച്ചു, പിന്നെ ഇത് ഇക്കാക്ക അറിയണ്ട കേട്ടോ, ഇതൊന്നും ശരിയല്ല. അത് ഓൻ്റെ കൂടെ കൂടുതൽ സംസാരിച്ചിരിക്കണ്ട. ഈ മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ റൂമിൽ പോയി വാതിലടിച്ചോണ്ടി. എന്തായാലും ഓൻ പെണ്ണ് കെട്ടാത്ത ചെക്കനല്ലേ. പെങ്ങൾ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിരുന്നു. താഴെ ഉമ്മാക്കും ഉപ്പാക്കും അതും അവർക്കും അതാരും പറയാനുണ്ടായിരുന്നു. കാരണം ഇവൾ ഇടയ്ക്കിടെ ഇളച്ചൻ്റെ കൂടെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പോയിരുന്നു. എന്നാൽ അതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. അതെ, ചെറിയ കുട്ടിയാണ്. എന്നിട്ട് പോലും അവൾ വീണ്ടും ഗർഭിണി. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. അത് എന്തൊക്കെ തന്നെയാലും പതുക്കെ ഒരു ദിവസം അറിയാതെ സർപ്രൈസായി കയറി വന്ന ഭർത്താവ് ഈ ഒരു കാഴ്ച കാണാനിടയായി. അതെ, പല ദിവസങ്ങളിലും ഇളച്ചൻ്റെ റൂമിലാണ് അവൾ കഴിഞ്ഞിരുന്നത്, മക്കളെ ഉറക്കി കിടത്തിയിട്ട്. ശരിക്കും അവൻ ആ കാഴ്ച കണ്ടു. വീട്ടുകാർക്ക് അറിയാമെങ്കിലും എത്ര പറഞ്ഞിട്ടും അത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടുവന്ന അവൻ ആ നിമിഷം തന്നെ അവളോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം. ഇത്രക്കും വലിയ തെറ്റ് ചെയ്ത നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്ത് ചെയ്യാൻ, അവൾക്ക് ഇറങ്ങേണ്ടി വന്നു. അവൾ സെപ്പറേറ്റായി. ആ മക്കളെന്തായി? അനാഥമായി. അയാൾ വേറെ കല്യാണം കഴിച്ചു. ഈ പെണ്ണ് ഒറ്റപ്പെട്ട് പിന്നെ ഒരുപാട് കാലം വീട്ടിലൊക്കെ നിന്ന് അങ്ങനത്തെ സ്ഥിതിയൊക്കെ ആയി. റഹ്മാനെ കാത്തു രക്ഷിക്കണേ. ഈ ഒരു കുടുംബങ്ങളുടെ ഇടയിൽ ഇബിലീസ് വരിക എന്ന് പറഞ്ഞാൽ അതാണ്. എന്തായാലും സൂക്ഷ്മത പാലിക്കണം. നമ്മൾ പേടിയാണ്. അതിനെക്കുറിച്ച് ഓർത്തു ഐഷുമ്മ. പഠിച്ചവനെ, എൻ്റെ അലിമോനെ കുറിച്ച് വേണ്ടാത്തതായിരുന്നു പറഞ്ഞുണ്ടാക്കിയിരുന്നത്. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. കാരണം കുടുംബം തെറ്റാനെന്ന് വെച്ചാൽ കുറച്ച് മതി. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാഞ്ഞാലേ ആകപ്പാടെ ഇത് റബ്ബേ. ഏതായാലും അതാ പൊന്നു മോനെ കണ്ട് ഉമ്മ വാരിയെടുത്ത് അലിമോൻ ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ, ഞാൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളത്. പക്ഷെ അവൾക്കൊരു വാശി. ഞാൻ ഇവിടുന്ന് പ്രസവിച്ചു വരാം, നുസിയൊക്കെ അവിടുന്ന് വീട്ടിൽ നിന്ന് പ്രസവിച്ചില്ലേ, എനിക്ക് ഇവിടുന്ന് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ എന്താ ചെയ്യുക, അവളുടെ ആ ഒരു വാക്കുകൾക്ക് എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നായിപ്പോയി. അൽഹംദുലില്ലാ, എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞുമ്മ, ഒക്കെ റാഹത്തായി. മോനെ, എൻ്റെ കുട്ടി ഇവിടെ ഉണ്ടാണെന്ന് എനിക്ക് സമാധാനമാണ്. പൊന്നു മോനെ. സത്യം പറഞ്ഞാൽ ആ ഒരു മരുമകനെ കുറിച്ച് ഐഷുമ്മക്ക് വല്ലാത്തൊരു മതിപ്പാണ്. കാരണം അവനെക്കുറിച്ച് എല്ലാം നന്നായിട്ടറിയാം. നല്ലൊരു മനുഷ്യനാണ് എല്ലാം കൊണ്ടും. ഐഷുമ്മക്ക് ആകെ ഒരു മോള് ഉള്ളൂ എങ്കിലും ആ മരുമകന് അത് എല്ലാത്തിനും അവൻ തന്നെ മതി. അത്രക്കും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഐഷുമ്മയും അവരെല്ലാം അവിടെയൊക്കെ പോയി കുഞ്ഞിനെയെല്ലാം കണ്ടുവന്നു. ഇനി നമുക്ക് സൗദിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഷമ്മാസിനത് ഒരു മടുപ്പ് തോന്നിയിരുന്നു. കാരണം അവിടുത്തെ ആ കുഞ്ഞിക്കതിയമ്മ അത്രയധികം ചീത്ത പറയുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെയതാ ഉമ്മയും ഷമ്മാസും സൗദിയും കുട്ടിയും കൂടെ നേരെ അതാ റജിനത്തയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മ, റജിനത്തയോട് വിളിച്ചു പറയണോ? വേണ്ട, ഇനിയിപ്പോൾ വിളിച്ചു പറഞ്ഞാൽ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അതാ അവർ റജിനത്തയുടെ വീട്ടിലെത്തി. ആരപ്പത്? റജിനത്ത അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് പോകുന്നു. എന്നാലിപ്പോൾ ആരപ്പം ഈ സമയത്ത്? അല്ലാ, ആരത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പഠിച്ച തമ്പുരാൻ, ആരൊക്കെ വന്നിക്കണത്? കേറി. അല്ലോയ് നുസിയേ, ഇരിക്കേടി. താത്ത ഇരിക്കേ. ഷാമോനെ വാ, കേറ്. എന്താ എളാമ, സുഖല്ലേ? അൽഹംദുലില്ലാ, റാഹത്തന്നെടാ. എന്തൊക്കെയാ അവിടുത്തെ വർത്താനം? റാഹത്തന്നല്ലോ? അൽഹംദുലില്ലാ. എന്താ താത്ത ചെയ്യുക, ഞാനിപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ തന്നെ. എൻ്റെ തലക്കൊരു സുഖമില്ല. നിങ്ങളോട് പറയാൻ എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനും വേണ്ടി നിൽക്കാൻ നിന്നു. പൊന്നാര താത്ത,
നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ വേണ്ടാത്ത പണിയെടുത്താണ്. ഞാൻ ആ പെണ്ണിൻ്റെ കിടങ്ങാറുകൊണ്ട് ഇവിടെ എപ്പോഴും അടിച്ചു വാരി തുടക്കാനൊക്കെ വരുന്ന പെണ്ണല്ലേ. പിന്നെയെന്ന് വെച്ചാൽ വലിയ കുഴപ്പക്കാരൊന്നും അല്ലേനും. ഓൾ എടുക്കണ പണിയൊക്കെ നല്ല വൃത്തിയിലും മട്ടത്തിലും ഇരിക്കുകയും ചെയ്യും. അപ്പോഴെന്നെ നവാസിനെ കുറിച്ച് ഞാൻ ആലോചിച്ചതും ഓലാണെങ്കിൽ കെട്ടിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അത് വിചാരിച്ചത് നല്ലത് വിചാരിച്ചത് ചെയ്താണ് താത്താ. ശരിക്കും രജനത്തെ കരഞ്ഞു പോയി. അല്ല റജിയ, ഇജ്ജ് എന്തിനാ ഇപ്പോൾ കരയണത്? ഇജ്ജതും തമ്മിലിപ്പോൾ എന്താ ബന്ധം? ഏ ഒരു കുഴപ്പമില്ലല്ലോ. എന്താണിപ്പോൾ അത്? ഓളെ കുഴപ്പമില്ലല്ലോ. ഓളെ ഉമ്മ അങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. അതിനിപ്പോൾ നമ്മളെന്താ മോളെ ചെയ്യുക? ഇജ്ജൊന്നും കൊണ്ട് വിഷമിക്കണ്ട താത്ത. ഞാൻ ഒരിക്കലും കരുതി കൂട്ടിക്കണ്ട് ഇടങ്ങാറാണ് വിചാരിച്ചു കണ്ടല്ല. എന്താ റജിയത്? എനിക്ക് എന്തിൻ്റെ കേടാ? ഇജ്ജെന്തിനാ കരയണത്? എന്നാലും ഞാൻ ഉണ്ടാക്കിയതാകുമ്പോൾ റാഹത്തിലാകണേ നമുക്കൊരു സന്തോഷമില്ല. അതുമല്ല പെണ്ണ് ഗർഭിണിയല്ലേ. എനിക്കങ്ങോട്ട് പോകാൻ പൂതി അങ്ങനെ തോന്നും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കട്ടെ. എത്ര നമ്മളെ നവാസിൻ്റെ കുട്ടിയല്ലേ, ഇങ്ങനെ തോന്നും. പക്ഷേ ആ തള്ളക്ക് ഒരു ഒരു യാതൊരു സ്വഭാവമാണ്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? നമ്മൾ എന്ത് കരുതിയിട്ടാ ഓലടുത്തേക്ക് അങ്ങനെ പോവുക? അതുമല്ല ഇപ്പോൾ ഇവിടെയുള്ള താത്ത പറഞ്ഞിങ്ങനെ നടക്കണം. അവിടെ സത്താറ് വരലുണ്ട്. സത്താറിന് ഇവിടുത്തെ ഒരു മനുഷ്യനാണ്, ഇവിടുത്തെ ഒരു ചെക്കനാണത്. ഓനിങ്ങനെ ഒരു അത്ര നല്ലൊരാളെന്നല്ല. ഓനിങ്ങനെ അതും ഇതൊക്കെ ഇട്ട് നടക്കുകയാണ്. ഓൻ അങ്ങോട്ട് കയറലുണ്ട്, അവിടെ കയറി ഇറങ്ങലുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഓളെ കെട്ടുകയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ മിണ്ടാതെ നിന്നുണ്ട്. പൊന്നാറ് താത്ത, എത്രയല്ലേ നമ്മളെ നവാസ് കെട്ടിയതല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള, എന്നാൽ ഐഷുമ്മക്കത് വല്ലാത്തൊരു വിഷമമായി തോന്നി. അല്ല, ഇനിയിപ്പോൾ ഓളെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നാവും. ഓൾക്ക് ഇനി നവാസിനെ വേണ്ടേന്നാവും. പഠിച്ചോനെ, ആ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. ഐഷുമ്മക്ക് അത് കേട്ടപ്പോഴും വല്ലാത്ത വിഷമായി. എന്നാൽ ഷമ്മാസ് അപ്പോഴും അങ്ങോട്ട് വന്ന് പറഞ്ഞു, ഉമ്മ എന്തായാലും വിളിച്ചു നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചല്ലോ, അവർ വന്നില്ല. നമ്മളെ ഭാഗത്ത് നമ്മൾ ക്ലിയർ ആക്കുന്നുണ്ടല്ലോ, ഒരിക്കൽ കൂടി വിളിച്ചു നോക്കാം. പൊന്നാര താത്ത, അങ്ങോട്ട് പോവണ്ട. ആ പെമ്പറന്നുള്ള തൊള്ളിയിലുള്ള മുഴുവൻ കേൾക്കേണ്ടി വരും. വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചോളി. അല്ലാതിപ്പോൾ ശരിക്കും ഐഷുമാക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. കാരണം സൗദ ഓളുടെ മനസ്സറിയണമല്ലോ. ഇനിയിപ്പോൾ ഏതൊക്കെയോ ആവോ. എൻ്റെ ഉമ്മിനെ അങ്ങോട്ട് പോരുത് കേട്ടോ. ഷമ്മാസിൻ്റെ വാക്ക് കേട്ട് ഉമ്മ, മോനെ അല്ലാതെ ഇപ്പം എന്താണ്? എൻ്റെ ഉമ്മ ഞാൻ പറഞ്ഞേക്കൂല. എല്ലാവരുടെയും ചീത്തയൊക്കെ ഒഴിഞ്ഞല്ല എൻ്റെ ഉമ്മ. അത്രക്ക് മതി. വരുന്നോല് വരട്ടെ. എന്താന്നില്ലേ, വിളിക്കായിട്ടില്ലല്ലോ. അന്ന് ഞങ്ങൾ ഇളമ്മ ഷാമോനെ നിങ്ങളന്ന് വന്നിരുന്നില്ലേ? ഞാൻ ഒരിത് കേട്ട്. പിന്നെ ഞാൻ അതെ ഇളമ്മ, ഞങ്ങൾ വന്നു. പക്ഷെ സങ്കടം കൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ കയറിയിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്. അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ എൻ്റെ പൊന്നാരളമ്മ ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറി പോയതാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങൾ ഒന്നും കരുതിയിട്ടല്ല. അന്ന് ഉമ്മ കണ്ണീരോടെ ഇറങ്ങിയതാണ്. ഇനിയും ഉമ്മ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കൂല. എന്നാ മോനെ ഒന്ന് നവാസിനോട് വിളിച്ച് ചോദിച്ചോക്ക്, നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ റജിനത്താൻ്റെ വീട്ടിലുണ്ടോയെന്ന് പറഞ്ഞു നോക്ക് കേട്ടോ. എന്നാൽ ഈ സമയം അതാ നവാസും ഫസീലയും. ഫസീല എന്തേക്ക? പിന്നെ എന്താ, നമുക്ക് മൂന്നാമതൊരു കുഞ്ഞു കൂടെ വേണ്ടേ ഇക്ക? മൂന്നാമത് കുഞ്ഞ് ഉണ്ടല്ലോ എൻ്റെ ഇക്കാക്ക്. ശരിക്കും നവാസ് ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഫസീല, നീ എന്തേ പറയുന്നത്? അതെ ഇക്ക, അതും എൻ്റെ ഇക്കാൻ്റെ കുഞ്ഞന്നല്ലേ. അതെ, ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാവില്ലല്ലോ. നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, അതിനെക്കുറിച്ച് പറയും വേണ്ട. അവൾ ധിക്കാരിയാണ്, അവൾ ഇറങ്ങിപ്പോയതാണ് അവളുടെ ഇഷ്ടത്തിന്. എനിക്കതിനെക്കുറിച്ച് ചിന്തയില്ല. ഇനി ഞാൻ ഒരാളെയും പിടിച്ചു വെക്കൂല. പോകുന്നവർക്ക് പോകാം. പിന്നെ നവാസിനെ കാക്കേണ്ടെന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ആരായാലും ശരി, എന്തായാലും ശരി. ശരിക്കും ഫസീലെ പേടിച്ചു പോയി നവാസിൻ്റെ ആ ഒരു വാക്കുകളിൽ. ഇക്ക, ഞാൻ ഒരിക്കലും ഇനി അങ്ങനെയൊന്നും എന്തായാലും വേണ്ടില്ല. നിൽക്കണവർക്ക് നന്ന്. പിന്നാലെ പോയിട്ട് കരഞ്ഞ് പിടിച്ച് നിൽക്കുന്ന സ്വഭാവം അത് നിർത്തി. ഞാൻ ഇനി കഴിയൂല. വേണ്ടായിട്ടാണ് അവളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതാണ്, നല്ല ജീവിതം കൊടുത്താണ്. പക്ഷെ എന്ത് ചെയ്യാൻ, എല്ലാം തട്ടിത്തെറിപ്പിച്ച് പോയില്ലേ. പോരുന്നവർ പോരട്ടെ, പോകണവർ പോട്ടെ, നിൽക്കണവർ നിൽക്കട്ടെ. അല്ലാതിപ്പോൾ എനിക്ക് എല്ലാവരുടെയും പിന്നാലെ ഇങ്ങനെ ഓടിപ്പോയി പിടിക്കാനൊന്നും കഴിയില്ല. ഞാൻ നിർത്തി, ആ പരിപാടിയെ നിർത്തി.
അവൾക്ക് എന്തൊക്കെ സൗകര്യം, ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫുള്ളും റവന്യൂ കാര്യങ്ങളും മുഴുവൻ അവളുടെ അക്കൗണ്ടിലേക്കായിരുന്നു കയറി ചെന്നിരുന്നത്. അവൾക്ക് വേണ്ടി വലിയ വീട് എന്തൊക്കെ എടുത്തു കൊടുത്തിരുന്നു. വീട് പണി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമെന്നോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് അവർ നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ അവർക്ക് ഞാനൊരു കൊട്ടാരം പണിത് കൊടുക്കുമായിരുന്നു. ആ കൊട്ടാരം പോലത്തെ വീട് തന്നെയാണ്, കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ബാക്കിയുണ്ടാവുള്ളൂ. പക്ഷെ എന്താ ചെയ്യുക, നന്ദിയില്ല. ചെയ്ത ഉണ്ട ചോറിന് നന്ദിയില്ല ഞാൻ പിന്നെന്താ. ഞാൻ അത്രക്കും സൗദിയെ ഒരു ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ജോലിക്കൊക്കെ നിന്നിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അത്ര ഒന്നും ഞാൻ അവളെ ഒരിക്കൽ പോലും അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. എല്ലാം ഞാൻ എൻ്റെ ഭാര്യയല്ലേ എന്ന് കരുതിയിട്ട് എല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊടുത്തതാണ്. പക്ഷേ അവസാനം അഹങ്കാരം കൂടിപ്പോയി, പണം കൂടി അഹങ്കാരം കൂടി. അതോടുകൂടി വെറുത്തുപോയി. ഞാൻ അവളോട് ഇറങ്ങുമ്പോൾ പറഞ്ഞതാണ്, ഇറങ്ങരുത്, പിന്നെ എന്നെ കാക്കരുത്. പിന്നെ ഞാൻ പോയിട്ടുമില്ല. ശരിക്കും ഫസീല ഞെട്ടിപ്പോയി. ഇക്ക ഇക്ക നിങ്ങൾ സാരല്ല, എന്തായാലും കുഞ്ഞുള്ളതല്ലേ, നമുക്ക് കുഞ്ഞുണ്ടായാലും എന്താ, നിനക്ക് 2 കുഞ്ഞുങ്ങളില്ലേ, അതുപോരെ, അത് മതി. ഇനി ഇൻഷാ അല്ലാ ഉണ്ടാവുമെങ്കിൽ കാണാം. അല്ലാതെ ഒരിക്കൽ പോലും ഇനി ഞാൻ സൗദിയുടെ അരികിലേക്ക് പോയില്ല. അത്രക്കും ധിക്കാരികളായിപ്പോയി. പിന്നെ എൻ്റെ ഉമ്മ വിളിക്കാൻ ചെന്നിട്ടുണ്ട്. അവരെയും നല്ല രീതിയിൽ ചീത്ത പറഞ്ഞ് ആട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്നാണ് അതാ ഉമ്മയുടെ ഫോൺ വരുന്നത്. ഇക്ക ഫോണ്. ഉമ്മയാണല്ലോ. ഹലോ മോനെ നവാസേ. ആ എന്തുമ്മ, ഫുഡ് കഴിച്ചോ? ആ കഴിച്ചു. എന്താ മക്കളെവിടെ? അവരിവിടെ ഉണ്ട്. മോളുണ്ട് ഐഷു, അവളിപ്പോൾ ഇവരിപ്പോൾ അല്ലേ. ആ ആയിക്കോട്ടെ. അല്ലേ മോനെ, ഞങ്ങളിപ്പോൾ റെജിന എളാമാൻ്റെ വീട്ടിൽ വന്നിക്കണ്. ഉമ്മ എന്തിനിപ്പോൾ അവിടെ പോയത്? ശരിക്കും നവാസ് ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. എന്ത് കാര്യത്തിന് പോയതാ? മോനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ഉമ്മ ആദ്യമേ പറഞ്ഞേക്കാം, അപ്പുറത്തുള്ള സൗദിയുടെ വീട്ടിലേക്ക് കാല് കുത്തി പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ഉമ്മ പോകുന്നത് ഒരു പ്രാവശ്യം ഉമ്മയെ ഉപദ്രവിച്ച് ചീത്ത പറഞ്ഞൊക്കെ വിട്ടതാണ്. ഇനി ഒരിക്കലും പോകരുത് കേട്ടോ അഹങ്കാരികളുടെ അടുത്തേക്ക്. ഉമ്മ സത്യം പറഞ്ഞാൽ ഞാൻ അവർക്ക് കുറച്ച് സഹായം കൊടുക്കൽ കൂടിപ്പോയി ഉമ്മ. അതെ, എൻ്റെ ഉമ്മ പോലും അറിയാതെ പല പല സഹായങ്ങൾ, അവരുടെ തൊട്ടപ്പുറത്ത് ഉള്ള വലിയ വീട് എല്ലാം ഉമ്മ എൻ്റെ സമ്പാദ്യം തന്നെയാണ്. അതൊക്കെ അവർ കളവ് പറഞ്ഞ് കഴിച്ചില്ലാമായിരിക്കും. പക്ഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒക്കെ അവൾക്ക് വേണ്ടി അങ്ങ് കൊടുത്തു. ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെ നോക്കുന്നതല്ലേ, എന്തൊക്കെ തന്നെയാലും അവൾക്കും നല്ലൊരു ജീവിതം കിട്ടല്ലേ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അവരുടെ വീടൊക്കെ ചെറുതല്ലേ, അത്രക്കും വലിയ വീടും കാര്യങ്ങളെല്ലാം ഞാൻ പണി കഴിപ്പിച്ച് കൊടുത്തുമ്മ. പക്ഷേ നന്ദിയില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മ അങ്ങോട്ട് പോകരുത് കേട്ടോ ഒരിക്കൽ പോലും. എനിക്കത് ഇഷ്ടമല്ല എൻ്റെ ഉമ്മ പോകുന്നത്. അവൾ വിളിക്കാനും പോകരുത്. അവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെങ്ങനെ അതുപോലെ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. അത് അവർക്കും വാശി തന്നെയാണ്. മോനെ നവാസേ, നമ്മളെ കുട്ടി 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 എങ്ങനെയും വളർന്നോളും. കുട്ടിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. എന്താ, കുട്ടിയുടെ തള്ളല്ലേ കൂടെ, പിന്നെ ഇപ്പം എന്താ. ഉമ്മ പോവരുത് കേട്ടോ. മോനെ ഉമ്മ അഭിമാനം പണയം വെച്ച് പൊയ്ക്കോളാം, കുഴപ്പമില്ല. നമ്മൾ ആ പെണ്ണിനെ വിചാരിച്ചിട്ടെങ്കിലും എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞില്ലേ അവൾ കാര്യത്തിലേക്ക് ഇനി പോകണ്ടെന്നുള്ളത്. എൻ്റെ ഉമ്മാനെ വെറുതെ ചീത്ത പറഞ്ഞ് വഷളാക്കും. എൻ്റെ ഉമ്മ പോരുത്, എനിക്കിഷ്ടമല്ല ഉമ്മ. അത് പറഞ്ഞുകൊണ്ട് നവാസ് ഫോൺ കട്ട് ചെയ്തു. അല്ലാ മോനെ ഷമ്മാസേ, ഓൻ പറഞ്ഞത് കേട്ടോ, അങ്ങോട്ട് പോകണം ഉമ്മക്ക് എനിക്ക് ഇഷ്ടമല്ല. ഉമ്മ അതന്നെ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഉമ്മാനെ ഞങ്ങളങ്ങനെ വിടൂല. എല്ലാവർക്കും ഒന്ന് ഒഴിഞ്ഞ് ചീത്ത പറയാനുള്ളതാണ് ഉമ്മ. ആരെന്ത് പറഞ്ഞാലും ഉമ്മ പ്രതികരിക്കൂല. ഉമ്മ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. ഇപ്പോൾ ആയിഷമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം. റബ്ബേ, ആ പെണ്ണ് ഇടങ്ങാറാവോ, ആ പെണ്ണിൻ്റെ സ്ഥിതിഗതികൾ എന്താ എനിക്കറിയില്ല. എന്നാൽ റജിനത്ത അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, പൊന്നാര താത്ത, നവാസിന് പിന്നെ താല്പര്യമില്ലെങ്കിൽ താത്ത എന്ന് നിൽക്കണ്ട. അതെ, ഓൻ പറഞ്ഞത് ഓടി വരികയാണെങ്കിൽ വരട്ടെ എന്നല്ലേ. എടി ഈ ഒരു അവസ്ഥയിൽ അത് എങ്ങനെ, ഈ ഒരു അവസ്ഥ വെച്ചാൽ ഗർഭിണിയാണ് നിൽക്കണ പെണ്ണല്ലേ, നമ്മൾ കുറച്ച് പരിഗണിക്കണ്ടേ. അല്ല താത്ത, അങ്ങനെയാണെങ്കിൽ ഓൾ വിളിക്കട്ടെ, നിങ്ങളെ നമ്പറൊക്കെ ഓളെടുത്ത് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓൾ വിളിച്ചിട്ട് അതിനനുസരിച്ച് എന്താ വെച്ചാൽ ചെയ്യുക. അല്ലാതെ നവാസിന് താല്പര്യമില്ലാതെ നമ്മളിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. നവാസിന് ഇപ്പോൾ ഏതായാലും ഫസീല ഉണ്ടല്ലോ, അതുകൊണ്ട് ഓനക്ക് വല്ലാത്തൊരു വിഷമമൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. ഏതായാലും ഓൻ്റെ 2 മക്കളും ഓലിപ്പോൾ ഒരുമിച്ച് റാഹത്തോട് കൂടി തന്നെയല്ലേ ജീവിക്കണത്. അതുകൊണ്ട് തന്നെ നമ്മളിഞ്ഞിപ്പോൾ അയിമൽ ഓരോന്ന് ഇതാക്കണ്ട. കാരണം
ഇനിയിപ്പോൾ സൗദനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലൊക്കെ ഈ പ്രസവവും കാര്യങ്ങളും എന്തൊക്കെ ആകുമ്പോഴേക്കൊരു എടി റജി എന്താപ്പം ചെയ്യുക? ഏതായാലും ഞാൻ കുറച്ച് പൈസ തരാം, ഇതൊന്ന് ഈ അങ്ങോട്ട് കൊടുക്കുമോ? ഇനിയിപ്പോൾ പ്രസവവും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല, ഇനിയിപ്പോൾ നവാസ് അയിമക്ക് നിൽക്കണില്ലെങ്കിൽ എന്താ റബ്ബേ ഞാൻ കാട്ടുക? നമ്മളെ കുട്ടിയല്ലത്, അതാണ് എനിക്ക് ഇടങ്ങാറ്. താത്ത ശരിയാണ്, നിങ്ങളെ മനസ്സ് അങ്ങനെയാണ്. നിങ്ങളെ മനസ്സ് അങ്ങനെയാണെങ്കിൽ പഠിച്ചോന് അതിനുള്ള ഒരു വഴി കാണിച്ചു തരുകയും ചെയ്യും. റജി എനിക്ക് പോകാൻ പോയിട്ടുണ്ടായിട്ടൊന്നല്ലടി. കാരണം അന്ന് ഓളൊന്നും പറയാൻ സമ്മതിച്ചില്ല. ഓലമ്മ അങ്ങനെ അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എന്താപ്പം ചെയ്യുക? അല്ലാ, ഏതായാലും കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്താലേ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ കഴിയുമല്ലോ. എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ്. എന്നാൽ ഈ സമയം അതാ സൗദയുടെ ഉമ്മ എല്ലാം സത്താറിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സത്താറേ, എനിക്ക് എത്ര പൈസ വേണ്ടിച്ച് ഞാൻ തരാം. പിന്നെ എൻ്റെ മോളുടെ പ്രസവത്തിനും കാര്യത്തിനും ഇജ് ഞങ്ങളെ കൂടെ വരണം. ഇനി ഒരിക്കലും പുത്തൻ വീട് തറവാട്ടിലേക്ക് ഓളെ പറഞ്ഞേക്കൂല. കാരണം ഓല് ഭയങ്കര അഹങ്കാരികളാണ്. അതുകൊണ്ട് തന്നെ ഇജ് എൻ്റെ കൂടെ ജീവിക്കണത് ഓലൊന്ന് കാണണം. എനിക്ക് അതിനുള്ളൊരു വാശിയിലാണ്. സൗദ സമ്മതിക്കൊന്നും ഉണ്ടാവില്ല, സൗദക്ക് താല്പര്യം ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. സൗദൻ്റെ ഉമ്മ ഞാനാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മോള് നിൽക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താത്ത, എന്തായാലും ഞാൻ നിങ്ങളെ മോളെ സംരക്ഷിക്കും. ഓ, നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധി കുറച്ച് മുമ്പ് തോന്നിക്കുകയാണെങ്കിലോ ഓൾക്ക് ഒരു ഇതുണ്ടോ? ഇപ്പം കണ്ടില്ലേ, ഓല് വേണ്ടായിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ? ആ, എന്താ ചെയ്യുക, ഓനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കി. ഇനി ഓലിങ്ങോട്ട് വരട്ടെ, ഓലോന്ന് പറഞ്ഞിട്ട് പ്രസവമുണ്ട് കഴിയട്ടെ, ബാക്കിയുള്ളതിന് എന്താ വെച്ചാൽ ചെയ്യാൻ. എന്നാൽ ഈ സമയം അതാ സൗദയുടെ ഉമ്മ നേരെ പള്ളി കമ്മിറ്റിക്കാരുടെ അടുക്കലേക്ക് എത്തി പറഞ്ഞു, എൻ്റെ മോള് സൗദ ഗർഭിണിയാണ്, 9ാം മാസത്തേക്കാണ് കിടക്കണത്. നിങ്ങളോട് പറയാൻ ഓളെ ഭർത്താവ് ഓളെ നോക്കണമില്ല, ചിലവിന് തരണമില്ല, ഒന്നും ചെയ്യണില്ല. ഇവിടെ കൊണ്ടുവന്നാക്കി പോയതാണ്. എന്താ ഇങ്ങനെ? ഞങ്ങളെന്തത് കാട്ടുക? നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഒരിക്കലും ഓൻ്റെ കൂടെ ജീവിക്കണം എന്ന് ഞാൻ പറയണമൊന്നുമില്ല. ഞങ്ങൾക്ക് ചിലവിനുള്ള പൈസയും കിട്ടണം, നഷ്ടപരിഹാരം കിട്ടണം. നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ എൻ്റെ മോള് ഗർഭിണിയാണ്, ഓളെ ജീവിതം നശിപ്പിച്ചതിന് അവനക്കെതിരെ കേസും കൊടുക്കും. ആദ്യം ഇവിടെ വന്നെന്ന് പറഞ്ഞതാണ്. നിങ്ങളുടെ മോള് അവനുമായി വേർപിരിഞ്ഞിട്ട് ഇപ്പം എത്രയായി? അതൊക്കെ കുറേ ദിവസമായിക്കണ്. ഓ, അങ്ങനെ. അപ്പോൾ എന്താ, അവർ വിളിക്കാൻ വരുന്നില്ലേ? അതോ നിങ്ങൾ വിളിക്കാൻ വരുന്നില്ല? ഓഹോ, ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ബന്ധം വേർപ്പെടുത്തണം എന്നാണോ പറയുന്നത്? ആ, വേണ്ട, ആ ബന്ധം വേണ്ടാത്തതുകൊണ്ടാണ്. ബന്ധം വേർപ്പെടുത്തണം, അത് തന്നെ വേണം, അതാണ് വേണ്ടത്. അപ്പോൾ ത്വലാക്കാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലേ? അതെ, വേണ്ട, ഓനെ വേണ്ടെന്നെ ഞങ്ങൾക്ക്. എന്നാൽ ഉമ്മ പറഞ്ഞ ഈ ഒരു പ്രവൃത്തികൾ അതൊന്നും മോൾ അറിഞ്ഞില്ല. അതെ, പള്ളിക്കമ്മിറ്റിക്കാരോട് ഉമ്മ സംസാരിച്ചു. ഇനി വക്കീലിനോടും പറയണം, പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ ബന്ധം ഒഴിവാക്കണം. കുട്ടിയല്ലേ, അത് എങ്ങനെയും വളർന്നോളും. എന്നാലും എൻ്റെ മോൾ അനാഥമാവുന്നില്ല. എൻ്റെ മോൾക്ക് ഇവിടെ ഒരാളുണ്ട്, എത്രയും വലിയ വീടൊക്കെ അയക്കണ്. പിന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികളും എന്തൊക്കെ ഞാൻ ഒന്ന് കഴിക്കാനൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം അയക്കണ്. ഇനിയിപ്പോൾ ഓല കാൽക്കീഴിലൊന്നും ഞങ്ങൾ നിൽക്കൂല. ശരിക്കും സൗദിയുടെ ഉമ്മക്ക് അഹങ്കാരം മൂത്തു തുടങ്ങിയിരുന്നു. കണക്കിലേറെ പൈസ മകൾക്ക് അയക്കുമ്പോൾ അതെല്ലാം ഉമ്മാക്ക് മകൾ വിട്ടുകൊടുത്തിരുന്നു. അതുകൊണ്ടല്ല ഉമ്മ എന്തൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്, അത് മോള് പോലും അറിയാതെയാണെന്നും സംശയമുണ്ട്. എന്തൊക്കെ തന്നെയല്ലോ അഹങ്കാരം കൂടിയിട്ടുണ്ട്. അവർക്ക് ജീവിതമാർഗത്തിനുള്ളതെല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പുത്തൻ വീട് തറവാട്ടുകാരെ ഒഴിവാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നഷ്ടപരിഹാരം കുറച്ച് കൂടുതൽ കിട്ടണം, അതുകൊണ്ട് വാങ്ങണം. ആ ഒരു നഷ്ടപരിഹാരം വാങ്ങിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിടണം. അതൊക്കെയായിരുന്നു അതെ ആ തള്ളയുടെ ലക്ഷ്യം. എൻ്റെ മോള് സൗദന ഇനി പറഞ്ഞേക്കൂല അങ്ങോട്ട്, ഓൾക്ക് കിട്ടാളെ കിട്ടിയേക്കണ്. ഇനിയിപ്പോൾ ആ കുട്ടി അവിടെ ഉണ്ടായ പക്കം അവരെ മുതലിന് അതും കിട്ടും. എങ്ങനെയുണ്ട് ഐഡിയ? ഒരിക്കൽ പോലും ഓൾ അവിടുത്തെ പണിക്കാരിയാക്കി ഇനി വിടൂല. ഞങ്ങൾക്ക് കിട്ടാളിലൊക്കെ കിട്ടിയേക്കണ്, ഇനി റാഹത്തായി. അതെ, അവരുടെ ഉമ്മയുടെ ബുദ്ധി അങ്ങനെ പോവുകയാണ്. സൗദയെയും നവാസിനെയും ഡൈവേഴ്സ് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുഞ്ഞിക്കതിയുടെ
തീരുമാനങ്ങൾ. എന്നാൽ സത്താറിനെ ഇപ്പോൾ പാലും തേനും കൊടുത്ത് വളർത്തുകയാണ്. സത്താറേ മോനെ, ജിൻ്റെ മരുമകനാണ് കേട്ടോ, ഞങ്ങളെല്ലാ കാര്യത്തിനും ഇഞ്ചി നിൽക്കണം, ഇജി അവരുടെ മുമ്പിലൂടെ ഒന്ന് നടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അഹങ്കാരികളാണ് അവർ. കുഞ്ഞിക്കതിയാത്തയുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ സത്താറിന് വല്ലാത്ത കൊതിയാണ്. എനിക്കൊരു കിട്ടൽ കിട്ടുകയാണ്. അത് ഒരുപാട് ഞാൻ മോഹിച്ചതാണ് അവളെ. അവസാനമായി പെറ്റതള്ള തന്നെ എന്നെ വിളിക്കേണ്ട അവസ്ഥ വന്നു. നിങ്ങളോട് ആദ്യമേ ഞാൻ ചോദിച്ചതല്ലേ, നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ, ഇപ്പം എന്നെ വേണ്ടി വന്നു അല്ലേ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. അതെ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരലും അവരെ എന്താവശ്യത്തിനും പുറത്ത് കൊണ്ടുപോകുന്നതും ഇപ്പോഴെല്ലാം സത്താർ തന്നെയാണ്. ഇതൊന്നും പുത്തൻവീട് തറവാട്ടുകാർ അറിയുന്നില്ല, നവാസ് അറിയുന്നില്ല. ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നവാസിനെ വെറുത്തതാണ്, അത് സത്താറിനെ അവിടെ കണ്ടു എന്നുള്ളത്. അതിനുശേഷം സൗദ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന് കലിയാണ്. പഠിച്ചോനെ, എന്തിനാണ് എന്നെ എല്ലാവരും ഇങ്ങനെ ചതിക്കുന്നത്? എല്ലാവരും എന്നെ ചതിക്കണോലാണ്. ഇനി ഒരു ചതിക്കുന്നവരെയും ഞാൻ ഒരിക്കലും ഏറ്റെടുക്കൂല എന്ന് തന്നെയായിരുന്നു അവൻ വിചാരിച്ചിരുന്നതും. എന്തായിത്തീരും സൗദയുടെ ജീവിതം? നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മകളെ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ് അവളുടെ ഉമ്മ. അത് അഹങ്കാരത്തിൻ്റെ ഫലം കൊണ്ട്, ക്യാഷ് കുറച്ച് കൈകളിൽ കിട്ടിയത് കൊണ്ട്. ഇനി ഡൈവേഴ്സ് ചെയ്താൽ ഒരുപാട് നഷ്ടപരിഹാരം അതും കിട്ടും എന്നത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സൗദിയുടെ ജീവിതം ഉമ്മയായിട്ട് തന്നെ നശിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയം ഐഷുമ്മ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളാണ് അവർക്ക്. സൗദിയുടെ കാര്യം ആലോചിച്ചിട്ട് എന്താ റബ്ബേ ഞാൻ ചെയ്യഞ്ഞ്? പഠിച്ചോനെ, ആ പെണ്ണ് അന്ന് വിളിച്ചപ്പോൾ അവൾ വന്നതുമില്ല. അന്ന് വിളിക്കാൻ പോയപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുപോയാൽ മതിയെന്നു. പക്ഷെ അന്ന് സമ്മതിച്ചതുമില്ല, വന്നതുമില്ല. പഠിച്ചോനെ, നീ ഹയറായത് എന്താച്ചാ നീ തീരുമാനിക്കല്ല. ഐഷുമ്മ ദുആ ചെയ്തു. ഇൻഷാ അല്ലാ സൗദിയുടെ ജീവിതം ഇനി എന്തായിത്തീരും? നവാസിൻ്റെ കൂടെ അവൾ വരുമോ, അതോ അവളുടെ ജീവിതം സത്താറിൻ്റെ കൂടെയാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.